ഞങ്ങളുടെ കുറ്റങ്ങൾ നിങ്ങൾ പറയരുത്, നിങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങളും പറയുന്നില്ല എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിലേക്ക് ഇദ്ദേഹം പോയിരിക്കുന്നു. പ്രതിപക്ഷം കച്ചവടം നടത്തുകയാണെന്ന് അർത്ഥം. അപ്പോൾ ഇവർ ഭരണപക്ഷമായ എത്ര വലിയ കച്ചവടം നടത്തും? കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, അത് വി.എസ്. അച്യുതാനന്ദനായിരുന്നു. ഒരിക്കലും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി.ഡി. സതീശനാണ്. പ്രതിപക്ഷം പരാജയമാണ്. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. രാജൻ ഭായ്, മുഖ്യമന്ത്രി രാജിവെക്കണം, ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്നൊക്കെയുള്ള വലിയ മുറവിളികളാണ് പ്രതിപക്ഷ നേതാവും വിവിധ പത്രമാധ്യമങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് എങ്കിൽ ശക്തനായ ഒരു മുഖ്യമന്ത്രിയും ഓപ്പോസിറ്റ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പൊളിറ്റിക്സിൽ ഞാൻ പഠിച്ചിട്ടുള്ളതും അതാണ്. അതായത് പൊളിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ പൊളിറ്റിക്സിനെ ഞാൻ കോളേജിൽ പഠിച്ചിട്ടുള്ള പൊളിറ്റിക്സ് അത് തന്നെയാണ്. എങ്ങനെ നോക്കിക്കാണുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയെ വിലയിരുത്തുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? അല്ല, പൊളിറ്റിക്കൽ സയൻസിനകത്ത് കിതാബിനകത്ത് എഴുതിയത് ഐച്ഛിക വിഷയമായിട്ട് പഠിച്ചു എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയത്തിനകത്ത് ഏതൊരു പൗരനും ഉള്ള സാമാന്യ ബോധം വെച്ച് തന്നെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഏറ്റവും വലിയ ജനങ്ങളുടെ ശബ്ദമായി നിൽക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളത് പ്രതിപക്ഷത്തിലാണ്. ആ പ്രതിപക്ഷത്തെ കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് സർക്കാർ വഴിതെറ്റിപ്പോകുമ്പോൾ അവരെ നേർവഴിക്ക് നടത്താനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനാണ്. പ്രധാനമന്ത്രിക്ക് എന്താണോ ഉത്തരവാദിത്വം ഉള്ളത് അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് തമിഴ്നാട് പൊളിറ്റിക്സിലുണ്ടായിരുന്നത്. കരുണാനിധി മുഖ്യമന്ത്രിയാകുമ്പോൾ ഒരു ചെറിയ പിഴവ് വന്നാൽ ജയലളിത എടുത്ത് പുറത്തിടുമായിരുന്നു. ജയലളിത മുഖ്യമന്ത്രിയാകുമ്പോൾ കരുണാനിധി എടുത്ത് പുറത്തിടുമായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആരൊക്കെ പ്രതിപക്ഷ നേതാക്കളായിട്ട് എനിക്ക് തോന്നുന്ന EMS വരെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. എ.കെ. ആന്റണി ആയിട്ടുണ്ട്, കരുണാകരനായിട്ടുണ്ട്, അതേപോലെ തന്നെ E.K. നായനാരായിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് പ്രതിപക്ഷ നേതാക്കൾ, പെട്ടിച്ചക്കായിട്ടുണ്ട്, രമേശ് ചെന്നിത്തല ആയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല 2016 തൊട്ട് 2021 വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകുമ്പോൾ പുള്ളിക്കുള്ള ഒറ്റ കുഴപ്പമുള്ളൂ, പുള്ളിക്ക് ഈ കുരുട്ടുബുദ്ധി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ബാക്കിയുള്ള തരികിട പരിപാടികളൊന്നും അറിയത്തില്ല. ഈ ഫാൻസ് ഉണ്ടാക്കുക ബാക്കിയുള്ളതൊന്നും ഒന്നും അറിയത്തില്ല. ചുളിവിൽ കാര്യം സാധിക്കുന്ന പരിപാടി ഒന്നും അറിയത്തില്ല. പുള്ളി കുറച്ചുകൂടെ സൗമ്യനാണ്, ഒക്കെയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ അംഗീകാരം കിട്ടിയ രാജീവ് ഗാന്ധി മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ, 91 ബോംബ് ബ്ലാസ്റ്റിങ്ങിൽ മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റിൽ വലിയ സ്ഥാനത്തെത്തുമായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് അതിനും ഒരു 5-10 വർഷത്തിന് ശേഷമാണ് രാജീവ് ഗാന്ധി മരണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുള്ള സമീപകാലത്തെ AICC പ്രസിഡന്റായിട്ടോ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടോ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടോ ഒക്കെ രമേശ് ചെന്നിത്തല വരുമായിരുന്നു. 91 രാജീവ് ഗാന്ധി മരണപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ അന്ന് കോൺഗ്രസ് അധികാരത്തിൽ വന്നതെന്നുള്ള സത്യം. ഇല്ലെങ്കിൽ 91 അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ 96 ആ 91 മന്ത്രിസഭ അധികം കാലം 96 വരെ ന്യൂനപക്ഷ സർക്കാരാണെങ്കിലും നരസിംഹറാവു തന്ത്രപൂർവ്വം കൊണ്ടു കടന്നു. അത് പുള്ളി ഞാണിമ്മക്കളിയായിരുന്നത്. ഏറ്റവും വലിയ അഭ്യാസം കാണിച്ച ആള് നരസിംഹറാവു, രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞൻ. അംഗീകരിച്ചേ പറ്റുള്ളൂ. 1-2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് കടന്ന് കളിച്ചത്. ചന്ദ്രസ്വാമി ഉൾപ്പെടെ ഒരുപാട് ഹവാല വിവാദങ്ങൾ ഉൾപ്പെടെ അതിവിദഗ്ധനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. കേരളത്തിൽ കരുണാകരന് എന്തായിരുന്നോ ചെയ്തിരുന്നത് അത് ദേശീയ തലത്തിൽ നരസിംഹറാവുവിന് ചെയ്യാൻ പറ്റി. അതായത് 91 ഭരണം കിട്ടിയില്ലായിരുന്നെങ്കിൽ 96 വരെ പ്രതിപക്ഷം ഭരിച്ചു എന്ന് കൂട്ടുക. അങ്ങനെ പ്രതിപക്ഷം ഭരിച്ചിരുന്നെങ്കിൽ 96 കേന്ദ്രത്തിൽ ക്യാബിനറ്റ് വന്നാൽ പ്രതിരോധ മന്ത്രിയോ ധനകാര്യ വകുപ്പ് മന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആകാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു രമേശ് ചെന്നിത്തല. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷ KPCCയുടെ ഏറ്റവും ദീർഘകാലം പ്രസിഡന്റായിരുന്ന ആളും അദ്ദേഹമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് അവർ അഗ്നിപരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു. MP രാഘവനും KR ഗൗരിയമ്മയും പാർട്ടി വിട്ടു പോകുമ്പോൾ, CPM വിട്ടു പോകുമ്പം എങ്ങനെയാണോ VSന്റെ നേതൃത്വത്തിൽ MP രാഘവനെ പോലെ അത്രയും വലിയ ക്രൗഡ് പുള്ളറായ ഏറ്റവും പ്രബലനായ ശക്തനായ ഒരാൾ വിട്ടു പോകുമ്പം CP ജോണിനെ പോലെ ഉള്ള യുവരക്തങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പം പാർട്ടിയെ പിടിച്ചു നിർത്തിയത്, അതേപോലെ കോൺഗ്രസിന് കേഡർ സംവിധാനം ഇല്ലാത്ത പാർട്ടിയായിട്ട് പോലും സാക്ഷാൽ കെ കരുണാകരൻ പോകുമ്പോൾ ആ പാർട്ടി സംഘടനയ്ക്ക് പോറലേക്കാതെ കൊണ്ടു നടന്നത് രമേശ് ചെന്നിത്തലയാണ്. ഓർഗനൈസർ എന്നുള്ള രീതിയിൽ, ലീഡർ എന്നുള്ള രീതിയിൽ നല്ല കഴിവ് തെളിയിച്ചു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് അദ്ദേഹം ശോഭിച്ചു. അദ്ദേഹം വെച്ചതല്ലാതെ, അദ്ദേഹം നടത്തിക്കൊണ്ട് വന്നതല്ലാതെ, അദ്ദേഹം റൈസ് ചെയ്തതല്ലാതെ, അദ്ദേഹം ഇപ്പോൾ നിയമപോരാട്ടം നടത്തുന്നതല്ലാതെ വേറെ എന്ത് കുന്തമാണ് സതീശൻ ചെയ്തിട്ടുള്ളത്? സതീശൻ വന്ന വഴി നമുക്കറിയാം. പ്രതിപക്ഷ നേതാവായത് ഉടായിപ്പിലൂടെ കയറി വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ വിഷയങ്ങളൊക്കെ വന്നപ്പം ബെർലിൻ ചൂണ്ടി ഇവിടെ നിന്ന് ഞെട്ടിച്ചേച്ച് അടുത്ത ഫ്ലൈറ്റിന് കയറി ദുബായി പോയി. ഞാൻ കരുതി എന്നാൽ ഇതിലൊക്കെ വലിയ ബോംബ് കൂട്ടെന്ന് പറഞ്ഞപ്പോൾ ബോംബ് മേടിക്കാൻ പോയതാണെന്ന് കരുതി. അവിടെ ചെന്ന് ചായയും കുടിച്ച് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഏതോ ഭാഗ്യത്തിന് 3-4 വർഷം മുമ്പ് സ്റ്റേഷനിലെ ഒരു പയ്യനെ പോലീസുകാർ ക്രൂരമായി വർദ്ധിച്ച വീഡിയോ വന്നത്. അവൻ്റെ വീട്ടിൽ പോയിട്ട് ഇവനെ ഞാൻ ചേർത്ത് പിടിക്കുന്നു പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോ ഓഫ് അല്ലാതെ പ്രതിപക്ഷ നേതാവ് മറ്റേനെക്കുറിച്ച് എന്താ മിണ്ടാത്തത്? മറ്റേനെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. പൊട്ടിക്കുന്ന ബോംബ് എന്താ? അപ്പോൾ ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് അല്ലേ മുന്നോട്ട് വെക്കുന്നത്? ഞങ്ങളുടെ കുറ്റങ്ങൾ നിങ്ങൾ പറയരുത്, നിങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങളും പറയുന്നില്ല എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിലേക്ക് ഇദ്ദേഹം പോയിരിക്കുന്നു. അതെന്താണ്?
അത് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വമില്ല പ്രതിപക്ഷ നേതാവിന്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ആൾ പിന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയില്ല. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണമെന്നോ സർക്കാർ രാജിവെക്കണമെന്നോ പറയാൻ അഭിമാനബോധത്തോടെ പറയാനുള്ള അവകാശം UDF-ന് കിട്ടണമെങ്കിൽ ഇദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം ആദ്യം പ്രതിപക്ഷത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരുടെ കയ്യിൽ വലിയ സാധനം ഉണ്ടായിട്ട് അവരത് വെച്ച് വിലപേശലെടുത്ത് കച്ചവടം നടത്താൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രതിപക്ഷത്തിന് ജനാധിപത്യത്തിനകത്ത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം ഒന്നും ചെയ്യുന്നില്ലെന്ന് അർത്ഥം. പ്രതിപക്ഷം കച്ചവടം നടത്തുകയാണെന്ന് അർത്ഥം. അപ്പോൾ ഇവർ ഭരണപക്ഷമായ എത്ര വലിയ കച്ചവടം നടത്തും? ഇവർ പറയുന്ന ഭരണപക്ഷത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പം ഇവർ ഭരണപക്ഷമായി കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൽ നിന്ന് ഇത്രയും വൃത്തികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഭരണപക്ഷമാകുമ്പോൾ എത്ര വലിയ കച്ചവടം നടത്തും, എത്ര വലിയ ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സിലേക്ക് പോകും. ഈ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ വളരെ മോശമാണ് രണ്ടാം പിണറായി സർക്കാർ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പ്രതിപക്ഷം തന്നെ ആരോപണം ഉന്നയിക്കുന്നത്. ഈ അവസരത്തിൽ തന്നെ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്, ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആളേക്കാൾ വളരെ വളരെ മോശമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലെ പ്രതിപക്ഷ നേതാവ് എന്നുകൂടി ജനം പറയുന്നുണ്ടെന്ന്. കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, അത് VS അച്യുതാനന്ദനായിരുന്നു. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VD സതീശനാണ്. ബാക്കിയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ എല്ലാം നീണ്ട നില പ്രഗത്ഭന്മാരിരുന്നവർ അവർ ഇങ്ങനെ വിരൽ കൊണ്ട് ഞെട്ടിക്കാനൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിലും ദൃശ്യമാധ്യമങ്ങൾ പോലും ഇല്ലാതിരുന്ന കാലത്ത് എന്നാലും ആ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ കൃത്യമായി നിയമസഭയ്ക്കകത്ത് കാര്യങ്ങൾ കൊണ്ടുവരികയും ഫോളോ അപ്പ് നടത്തുകയും ചെയ്തു. ഫോളോ അപ്പാണ് പ്രധാനം. ഇതെന്തെങ്കിലും പറഞ്ഞു വെച്ചൊന്ന് ഒരു വർത്താനം പറയും, പിന്നെ അതിനെക്കുറിച്ച് അണക്കമില്ല. 4 ദിവസം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറയും. ഒരു ദിവസം ചക്കയെക്കുറിച്ച് പറയും, 4 ദിവസം കഴിയുമ്പോൾ പിന്നെ ചക്കയോ ഞാൻ മാങ്ങയെക്കുറിച്ചാണ് പറയുന്നത്, മാങ്ങയെക്കുറിച്ച് സംസാരിക്കും. ഇത് എന്തു പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വമാണ്? അങ്ങനെ ഒരാൾ നിയമസഭാംഗമായിട്ട് തന്നെ ഇരിക്കാൻ യോഗ്യരല്ല എന്നുള്ള അഭിപ്രായമാണ് പേഴ്സണലി എനിക്കുള്ളത്. പറവൂരുകാർക്ക് അതിനുള്ള കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിനും മരണത്തിനൊക്കെ ചെന്നാൽ മതി MLA. അങ്ങനെയൊക്കെ വോട്ട് ചെയ്ത് പോകുമ്പോൾ പറവൂരുകാരുടെ രാഷ്ട്രീയ പ്രബുദ്ധത പോലും സമൂഹ മധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയല്ല. പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് MLA-മാരുണ്ട്, വിവരം കെട്ടവന്മാർ വേറെ ഉണ്ട് നിയമസഭയിൽ. അതുകൊണ്ട് സതീഷിനും ഇരുന്നോട്ടെ. സതീഷിന് വിവരമില്ലെന്നുള്ള അഭിപ്രായം എനിക്കില്ല, കുരുട്ടൂത്തിയാണ്. പക്ഷെ സതീഷിന് കഴിവില്ലെന്നുള്ള അഭിപ്രായം എനിക്കില്ല, കഴിവ് ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിക്കാതിരിക്കുന്നത് ഇപ്പുറത്ത് ഡീല് കിടക്കുന്നുണ്ടാണ്. അതായത് സതീഷിനെ LDF പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കാൻ പറ്റുമോ? ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ ഉടയ്ക്കടോ സ്വാമി തേങ്ങ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര ദിവസമായിട്ട് പറഞ്ഞു, എന്താ ഉടയ്ക്കാത്ത ഇങ്ങേര്? അതിന് സമയം നോക്കിക്കൊണ്ടിരിക്കുന്നത്, മുഹൂർത്തം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റീഷ്യൻ ആകുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ശാപമാകും. ഇദ്ദേഹത്തെ ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി ശരിക്കും അദ്ദേഹം മാറ്റാനുള്ള അവസരം കൊടുക്കാതെ എന്നെ ഈ പണിക്ക് പറ്റത്തില്ല എന്ന് സ്വയം ബോധ്യമുള്ള ഒരാളെന്ന രീതിയിൽ സ്വയം മാറി നിന്ന് കഴിവുള്ള ഒരാളെ സ്ഥാനത്തേക്ക് വരട്ടെ. പിന്നെ എനിക്ക് പ്രതിപക്ഷ നേതാവാകണമെന്നോ മന്ത്രിയാവണമെന്നുള്ളതല്ല, ഞാൻ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാമെന്ന് പറഞ്ഞാൽ പറവൂര് എത്ര വലിയ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഇദ്ദേഹം ഇപ്പുറത്ത് മാറുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോരും. അതല്ല ഇദ്ദേഹത്തെ വെട്ടണം തീരുമാനിച്ചു കഴിഞ്ഞാൽ CPM-നോട് പൊതുസ്വതന്ത്രനെ കൊണ്ട് നിർത്തിയാൽ മതി. പറവൂര് ചിലപ്പം കാൽച്ചുവട്ടിലെ മണ്ണൊടിച്ചു പോകും. കാരണം കോൺഗ്രസ്സുകാർ തന്നെ എത്രയോ പേര് വ്യക്തിപരമായിട്ട് നമ്മളോട് പറയുന്നു, നമ്മളെ ടീം ക്യാപ്റ്റൻ പോരാ, അതാണ് പ്രശ്നം. നമ്മളെന്തെങ്കിലും തുടങ്ങി വെച്ചാൽ പോലും ടീം ക്യാപ്റ്റൻ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്, ഫോളോ അപ്പ് നടത്തരുതെന്ന് പറയുക. ഈ രീതിയിലുള്ള ഇടപെടലാണ് വരുന്നത്. കുഴൽനാടിനെ വരെ ആ കേസിൽ നിന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ടും ഫ്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. എനിക്ക് കുഴൽനാടിനുമായിട്ട് സൗഹൃദം ഇല്ലാത്തതുകൊണ്ട് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായിരുന്നാലും ഈ VD സതീശന് പിണറായി വിജയനെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുമ്പം അതിൻ്റെ മുമ്പ് VD സതീശൻ സ്വന്തം കഴിവില്ലായ്മയെക്കുറിച്ച് ബോധ്യപ്പെടുകയും പിണറായി വിജയൻ്റെ കുറ്റങ്ങൾ പറയാനുള്ള പിണറായി വിജയൻ വിശുദ്ധനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇടതുമുന്നണി സർക്കാർ വിമർശിക്കപ്പെടണം, നരേന്ദ്രമോദി സർക്കാർ വിമർശിക്കപ്പെടണം. അവരുടെ തെറ്റുകൾ തിരുത്തി അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ കെൽപ്പുള്ളൊരു പ്രതിപക്ഷ നേതാവ് UDF-ന് ഇല്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് ദം സഫർ എന്ന് മാത്രമേ. അതായത് ചോദ്യം ചോദിക്കാൻ ആളില്ല എങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഈ ചോദ്യങ്ങൾ ചോദിക്കുക മാത്രം പോരല്ലോ. VD സതീശൻ നല്ലൊരു ഡിബേറ്ററാണ്, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ ഒരു ഡിബേറ്റർ എന്നതിനപ്പുറത്തേക്ക് ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുവാനും അതിന് കൃത്യമായൊരു ഫോളോ അപ്പ് നടത്താനും ആ പ്രശ്നമാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇനി അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടെന്നുള്ളത്. കാരണം ഒരു മസാലയും ചേർക്കാതെ നമ്മൾ ഫാക്റ്റ് വെക്കുന്നത്. അതിനകത്ത് വേണമെങ്കിൽ ലിറ്റിൽ മുളക് പൊടി ലിറ്റിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സതീശനും മാസ്ക് ധരിച്ച് നടക്കേണ്ടി വരും. അങ്ങനെ ഒരു ഗതികേടിലേക്ക് തൽക്കാലം പോകാതിരിക്കട്ടെ, എന്തായാലും ജീവിച്ചു പോട്ടെ, MLA-ക്കായിട്ട് ജീവിച്ചു പോട്ടെ. പക്ഷേ പ്രതിപക്ഷ സ്ഥാനം ഒഴിയുക എന്നുള്ളത് ധാർമ്മികമായി പ്രതിപക്ഷം പരാജയമാണ്, സർക്കാർ പരാജയമാണ് എന്ന് പറയാനുള്ള കെൽപ്പ് പോലും ഇല്ലാത്തത്ര
പ്രതിപക്ഷം പരാജയമായ ഒരു ഘട്ടത്തിൽ അതിൻ്റെ സാമാന്യമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് UDF അന്ന് അധികാരത്തിൽ വരാനുള്ള ഒരു അവസരം ഇല്ലാതാക്കണ്ട എന്ന ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ സ്വമേധയാ ഈ സ്ഥാനം നിന്ന് മാറുന്നു, മറ്റൊരാൾ കഴിവുള്ള ഒരാൾ വരട്ടെ എന്ന സജഷൻ അദ്ദേഹം തന്നെ പ്രപ്പോസൽ പാർട്ടിയുടെ മുമ്പിൽ വെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.